ഏക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം, അതിൻ്റെ 15-ാം വാക്യം. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് കർത്താവ് അവനൊരു അടയാളം വെച്ചു. കയീനെ ആരും കൊല്ലാതിരിക്കാനായിട്ട് ദൈവം അവന്മേലൊരു അടയാളം വെച്ചു. നമുക്കറിയാം, കയീൻ പാപം ചെയ്തു, കൊലപാതകം ചെയ്തു. ദൈവം അവനോട് പറയുന്നുണ്ട്, പാവം നിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നു, നീയോ അതിനെ കീഴടക്കണം. പക്ഷേ കയീന് അതായില്ല, പാപം ചെയ്യുക തന്നെ ചെയ്തു. ഹാബേലിനെ കൊന്നു. അതായത് ഒരു കോപം, ഒരു വൈരാഗ്യത്തിൽ നിന്നാണ്, ഒരു അസൂയയിൽ നിന്ന് ജനിക്കുന്നതെന്നാണ്. അതായത് രണ്ടുപേരും യാഗം കഴിക്കാൻ പോയി, വഴിപാട് കഴിക്കാൻ പോയി. പക്ഷെങ്കിൽ ദൈവം വഴിപാട് ഇഷ്ടപ്പെട്ടത് ഹാബേലിൻ്റെയാണ്. അപ്പോൾ അതിൽ നിന്നൊരു അസൂയ എന്ന് പറയുന്നത് ഒരു ചെതൽ പോലെയാണ്. അത് ചെറിയൊരു അസൂയ, അതിങ്ങനെ മൂത്ത് നമ്മളെ കരണ്ട് തിന്ന് ഒരു കൊലപാതകത്തിലെത്തിക്കുകയാണ്. ഇത് തന്നെയാണ് ശൗലിനും സംഭവിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ദാവീദ് ഒരു ചെറിയ ബാലനാണ്. ആ ബാലൻ്റെ ആ നന്മയെ കണ്ടിട്ട് മറ്റുള്ളവരൊക്കെ അവന് 10,000 കൊടുത്തു, സ്തുതികൾ കൊടുത്തത് ആ ഒറ്റ കാരണം, തനിക്ക് 1000 കിട്ടിയുള്ളൂ എന്ന ഒരൊറ്റ കാരണം. ആ അസൂയയിൽ നിന്ന് ഈ ദാവീദിനെ കൊല്ലുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ശൗലിനെ കാണാം. ഏറ്റവും ഒടുവിൽ അവൻ്റെ നാശത്തിലേക്ക് സംഭവിക്കുന്നുണ്ട്. ഇവിടെ കയീന് ഹാബേലിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം ചോദിക്കുന്നുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ അല്പം കയർത്ത് തന്നെ സംസാരിക്കുവാണ് ദൈവത്തോട്, എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന്. എന്നിട്ട് അപ്പോൾ ദൈവം പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ്റെ രക്തം എന്നോട് നിലവിളിക്കുന്നുണ്ട്. ഒടുവിൽ മറച്ചു വെക്കാനാവാതെ കയീൻ അവിടെ കുറ്റസമ്മതം നടത്തി. എന്നിട്ട് അവിടുന്ന് ശാപഗ്രസ്തനായി ഓടിപ്പോവാൻ നേരം ദൈവത്തോട് പറയുകയാണ്, എന്നെ ആര് കണ്ടാൽ ഞാൻ ഒരു കൊലപാതകനാണ്, എന്നെ കൊല്ലും, ആരും എന്നെ കൊല്ലും, ആരെയും കണ്ട് എന്നെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, അവനോട് മനസ്സലിയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ എന്നൊരു കൂടെ അടയാളം തരും. പ്രിയമുള്ളവരെ, ആ അടയാളം കാരണം കയീനെ ആരും കൊന്നില്ല. പിന്നെ ഒരു കുടുംബജീവിതമൊക്കെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും കയീനെ പോലെയൊക്കെ തെറ്റ് ചെയ്ത് നമ്മൾ ശാപഗ്രസ്തരായി ഓടിപ്പോകുന്ന ഒരു കുറ്റബോധത്തോടെയൊക്കെ ജീവിക്കുമ്പോൾ നമ്മളോട് ദൈവം പറയുകയാണ്, നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്കൊരു അടയാളമുണ്ട്. നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടി ആ കാൽവരിയുടെ മുകളിൽ യാഗമായ ആ കർത്താവിൻ്റെ യേശുതമ്പുരാൻ്റെ മാമോദീസയുടെ റൂഷ്മയുണ്ട്, മുദ്രയുണ്ട് നമ്മൾക്കൊക്കെ. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടാതെ, ഈ തിന്മകളൊന്നും നമ്മളെ ഹനിക്കാതെ നമുക്ക് ധൈര്യത്തോടെ നടക്കാം. ആ മുദ്രയുള്ളതുകൊണ്ട്. ആ മുദ്രയെന്ന് പറയുന്ന ഒരു പക്ഷെങ്കിൽ നമുക്ക് നമ്മളുടെ ദൈവകൃപയായിരിക്കാം, അല്ലെങ്കിൽ വചനം വായിക്കുവാനുള്ള, വചനം ധ്യാനിക്കാനുള്ള ആ ഒരു നൽവരമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ള സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള കരുണയായിരിക്കാം. ഇതൊക്കെ നമ്മളെ ദൈവത്തിന് പ്രീതികരമായ ഒരു അടയാളമാണ്. ദൈവം തന്നിരിക്കുന്ന അടയാളമാണ്, ദൈവം തന്നിരിക്കുന്ന കൃപയാണ്. ഈ കൃപയെ അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമായിരിക്കാം, അല്ലെങ്കിൽ സൗമ്യമായ ജീവിതമായിരിക്കാം, ഇതൊക്കെ നമുക്ക് കിട്ടിയ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങൾ മൂലം നമ്മൾ ഈ ലോകത്തിൽ തിന്മ നമ്മളെ ഹനിക്കാതെ, ശത്രുക്കൾ നമ്മളെ തോൽപ്പിക്കാതെ നമ്മൾ ജീവിക്കും. ആരും കൊലപാതകം എന്ന് പറയുമ്പോൾ ഒരാളെ യഥാർത്ഥമായിട്ട് കൊല്ലണമെന്നില്ല. നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ച് അവരെ കൊല്ലുന്ന രീതിയിലാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഒരു നോട്ടം, അവരോടുള്ള പ്രവൃത്തി, ഇതൊക്കെ കൊലപാതകത്തിന് തുല്യമാണ്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ കൊലപാതകരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ മനസ്സെലിഞ്ഞ് ദൈവത്തോട് നമ്മൾ അനുദപിക്കുമ്പോൾ ദൈവം നമുക്ക് തന്ന അടയാളങ്ങൾ, ആ അടയാളങ്ങൾ നഷ്ടപ്പെടാതെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ, ഈ മ്ലേച്ഛമായ ലോകത്തിൽ ജീവിക്കുവാൻ, തിന്മയൊന്നും നമ്മളെ ഹനിക്കാതെ, നമ്മുടെ ഈ പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിക്കുവാൻ ഈ അടയാളങ്ങൾ, പ്രാർത്ഥനാ നിർഭരമായ ജീവിതം ഒരു അടയാളമായിരിക്കട്ടെ. കർത്താവിൻ്റെ റൂഷ്മ, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ആ അടയാളം, ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതൊന്നും നമ്മളെ തിന്മയൊന്നും ഹനിക്കാതെ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കൊണ്ട് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.